അവിടെ നിന്ന് വന്നോണ്ടിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ആക്റ്റീവ് കാരം കൊണ്ട് ക്രോസ് ചെയ്തിരുന്നു. ഈ വളവ് കഴിഞ്ഞിട്ട് ഇവിടെ വീണ അവിടെ തറ വീണ മറിഞ്ഞ് വീണ്. ഞാൻ വീണ്. ഞാൻ അവിടെ നിന്ന് ബ്രേക്ക് അവിടെ നിന്ന് ചവിട്ടി ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് വന്ന് ബ്രേക്കിലൊന്ന് തട്ടി ഞാൻ മറിഞ്ഞ് വീണ്. ഓ ഇത് ഒടിഞ്ഞു പോയി. പുള്ളി വണ്ടി കണ്ട് പുള്ളി റെണ്ടെടുത്തോണ്ടെന്ന് ഇത് ഓട്ടിച്ച് പോകാൻ പറ്റൂലല്ലോടേ. അല്ലല്ല ഇത് ബ്രിട്ടിലാണ് സാധനം. ഇത് നമ്മളെ അതുപോലെ സ്റ്റീലോ മെറ്റലോ അല്ല, ബ്രിട്ടിൽ എന്ന് പറയുന്ന അലോയിയാണ്. അത് പെട്ടെന്ന് ക്രാക്ക് ആവും. വണ്ടി കൊണ്ടൊക്കെ വിശ്വസിച്ച് അങ്ങനെ പോകും. ഇത് ഇവിടെ അടുത്ത് KTM ഷോറൂം എവിടെയാണ്? പിന്നെ ഇതെന്താക്കണം, നമ്മളെ റെന്റ് കാറാണ്, നമ്മുടെ സ്വന്തം വണ്ടിയല്ല. ഇവിടെ പത്തനംതിട്ട ഷോറൂമേ ഉള്ളൂ. 27 36 കിലോമീറ്റർ. ഇത് പൈസ ആവണതല്ല, മെനക്കേട്. ഇതിപ്പോ നമ്മൾ തന്നെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പിന് ഇറങ്ങണം. സമയം പോയെന്നല്ലോ. എന്തൊരു അണ്ണം കൊടുക്കണോ? എന്തിന്? അല്ല, രണ്ടുപേർക്ക് നഷ്ടമുണ്ടല്ലോ. ഇതെന്തിന് 6000 രൂപ? ഇതൊക്കെ വാക്സ് ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ പോണ സാധനമാണ്. വേണ്ട 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 വേണ്ട, ഇതെല്ലാം വാക്സിൽ പോണ സാധനമാണ്. ഈ 2 ഡോട്ട് മാത്രമേ ഉള്ളൂ സീന്, ബാക്കിയെല്ലാം വാക്സിൽ പോണ സാധനമാണ്. നമ്മള് വണ്ടി 2-3 വണ്ടികളൊക്കെ ഉള്ളതാണ്, നമുക്കറിയാം. പറയാനല്ലേ പറ്റും. നമ്മളെ റെന്റ് കാറാണ്, വല്ലവന്റെ വണ്ടി. ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്യാൻ? രോഗമായി പോയി ട്രിപ്പ്. അതായത് ഫ്രണ്ട് പോയി ഡ്യൂക്കിൽ ചെറുതായിട്ടൊന്ന് വണ്ടി തട്ടി. അപ്പം ഈ KTMൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ഇതാണ്, ഈ ഫുൾ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഈ ബ്രിട്ടിലായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതേസമയം ഈ ഒരു വണ്ടി ആയിരുന്നെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരത്തില്ലായിരുന്നു. കാരണം എല്ലാം ഇരുമ്പായതുകൊണ്ട് വലിയ വള അഥവാ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ വളയേ ചെയ്യുള്ളൂ. നമുക്ക് ഓടിച്ച് വീട്ടിൽ എത്തിക്കാൻ പറ്റും. ഇതിപ്പോൾ ബ്രിട്ടിൽ പൊട്ടിപ്പോയതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് ഓടിച്ചു കൊണ്ടുപോകുന്നതാണ് ടാസ്ക്. അപ്പോൾ നമ്മളെ ട്രിപ്പ് എന്തായാലും മുന്നോട്ട് തന്നെ. അപ്പം ഞാൻ പത്തനംതിട്ട ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സാധനം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. നമുക്ക് സാധനം കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ട് നമുക്ക് തിരിച്ച് ഓടിച്ച് തന്നെ പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡറി മാർഗം കണ്ടെത്തേണ്ടി വരും. എന്തായാലും നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. പോയിട്ട് നമുക്ക് പയ്യെ ആലോചിക്കാം. അപ്പം നമ്മൾ എന്താ പറയുക, ഡ്യൂക്ക് അവിടെ ഒരു അടുത്ത് സേഫായിട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിൽ പോവുകയാണ്, തണ്ടർബേഡിൽ പോവുകയാണ്. ലഗേജെല്ലാം ഒരു വണ്ടിയിലാക്കി. അപ്പം നമുക്കിനി ഒരു 30-40 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഈ ഒരു വിഷയമായിട്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു. പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഫ്രണ്ടേ പോയ വണ്ടി കൊണ്ടുവന്ന് കുത്തി ചവിട്ടി ഒരു വളവിൽ. അതിനെ ചവിട്ടാൻ കാരണം ഫ്രണ്ടിലൊരു ആക്റ്റീവക്കാരൻ റോങ് സൈഡ് കയറി വന്നതാണ്. എന്നിട്ട് ആക്റ്റീവക്കാരൻ പുള്ളിയുടെ വഴിക്കങ്ങ് പോയി. പണി കിട്ടിയത് ബാക്കിൽ വന്ന ഇവർക്ക് 2 പേർക്കുമാണ്. അപ്പോൾ ആ കാറുകാരൻ റെൻ്റേ കാറൊക്കെ എടുത്തതാണ്. അപ്പം റെൻ്റേ കാറെന്ന് പറയുമ്പോഴേ അറുക്കലാണ്. കാരണം അവർ റെൻറ്റിൻ്റെ എമൗണ്ടിനേക്കാളും അവർക്ക് മുതലാക്കുന്നത് നമ്മൾ കൊണ്ടുപോയി തട്ടേ മുട്ടേ സ്ക്രാച്ച് വല്ലതും ആയി കഴിഞ്ഞാൽ ഒരു ഭീമമായിട്ടുള്ളൊരു എമൗണ്ട് നമ്മളെ നിന്ന് ഈടാക്കും. അപ്പം അങ്ങനെയാണ് അവർ മുതലാക്കി എടുക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു 2 ഡോട്ടേ വീണുള്ളൂ. അതിന് 6000 രൂപയാണ് അവർ ചോദിച്ചത്, ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. പിന്നെ സംസാരിച്ചത് 4000 രൂപയ്ക്ക്, പിന്നെ ഇത് 2000 രൂപയ്ക്ക്. പിന്നെ അവിടെ നിന്ന് സംസാരിച്ച് സമയം കളയാൻ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ 2000 രൂപയ്ക്ക് ഒതുക്കി. പൈസ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് ഓട്ടിച്ച് പോകാൻ പറ്റാത്തതാണ് നമുക്കൊരു ടാസ്ക്കായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. എന്തെങ്കിലും നമ്മൾ വഴി കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ അവരെ ക്ലോസ് ചെയ്ത് വിട്ടു. നമ്മൾ വണ്ടി സേഫായിട്ട് അവിടെ വെച്ചു. നമ്മളെന്തായാലും യാത്രയ്ക്ക് ഇറങ്ങി. അപ്പം വേറെ വണ്ടിയൊന്നും ആക്കുന്നില്ല, നമുക്ക് ഒരു വണ്ടിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം പോയിട്ട് നമുക്ക് നാളെ തിരിച്ചു വരുമ്പോൾ നമുക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് എന്നിട്ട് നോക്കാം. ഒരു നിവൃത്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തണ്ടർബേഡിൻ്റെ ബാക്കിൽ കയറ് കെട്ടി വലിക്കാം. കാരണം ബുള്ളറ്റ് ആയതുകൊണ്ട് അതിൻ്റെ വെയിറ്റും കൂടെ വണ്ടി വലിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ പൈൻ ക്ലോ റിസോർട്ടിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കാം.
ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്യൂക്കിൻ്റെ അവിടെ എത്തി. നമ്മൾ വണ്ടിയിൽ ചെയിൻ ലൂബ് കുറവായിരുന്നു, അപ്പം ചെയിൻ ലൂബ് ചെയ്തു. ലഗേജ് എല്ലാം കൂടി ഒരു ബൈക്കിലാക്കി. എന്നിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നത് ഒരു സെക്കൻഡ് ഗിയർ വല്ലതും ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് നിലവിൽ. ഇപ്പോൾ സെക്കൻഡ് ഗിയറാണ് നമ്മളെ ഹനുമാൻ ഗിയർ. ഇനി എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരം വരെ സെക്കൻഡ് ഗിയർ. പോവാം. നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകണം. ഇതേപോലെ ആരെങ്കിലും കൊണ്ട് നിർത്തിയാലാണ് പണി. കുഴപ്പമില്ല, ഇത് ഹൈവേ കയറി നമുക്ക് പീസായിട്ട് പോകാം. പിന്നെ അങ്ങോട്ട് ഹൈ റേഞ്ചൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ റിസ്ക് കളിച്ച് പോകണത് മണ്ടത്തരമാണ്. നമ്മളിനി തിരിച്ചെങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു ടാസ്കേ ഉള്ളൂ. ഗിയർ തേടിട്ടിട്ട് എടുത്ത് നോക്കാം. ഷൂ പണ്ടാരോ ഫോർത്തായി, തേർഡ്. പൊളി. ഇപ്പം തേർഡ് ഗിയറാണ്. ഫോർത്തിലും പോകും കേട്ടോ. KTM ആയതുകൊണ്ട് അത്യാവശ്യം പവറുള്ളതുകൊണ്ട് എടുത്തോളും ഫോർത്തിലാണെങ്കിൽ. നോക്കട്ടെ, ഫോർത്ത് ഗിയർ ഇട്ട് നോക്കാം. പോട്ട് 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 പോ, ഞാൻ ഗിയർ ഇടേ. ഫോർത്ത് ഗിയർ പൊളി. നമ്മൾ അത്യാവശ്യം പയ്യേയും പോവാം, സ്പീഡിനും പോവാം. ഇതല്ല ഇതിനപ്പുറം ചാടി കിടന്നതെന്ന് പറയും പോലെ നമ്മൾ ഓരോ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളത് അയ്യോ പറ്റിപ്പോയി എന്ന് പറഞ്ഞിരിക്കാണ്ട് നമ്മളെന്താ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. അതിലാണ് കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പം വണ്ടിയുടെ കേസിലായാലും നമ്മളെ ലൈഫിലായാലും എങ്ങനെയെങ്കിലും ഒന്ന് മെയിൻ ഹൈവേ കയറിയാൽ രക്ഷപ്പെട്ടായിരുന്നു. രക്ഷപ്പെട്ടു. ഇപ്പം സമയം 5 മണിയായി. നമ്മൾ KTM പത്തനംതിട്ട കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ കയറിയിട്ട് ചോദിച്ചു നോക്കാം സാധനം ഉണ്ടെങ്കിൽ. ചോദിച്ചിട്ടോ? കാണാനില്ലേ തന്നെ? അതാണ്ടേട്ടാ വണ്ടി ഒന്ന് നോക്കാമോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? KTM നമ്മുടെ നമ്പറില്ലേ ഓൺലൈൻ, മറ്റേ ഫ്രണ്ട് ഡെസ്ക് നമ്പർ ഉണ്ടായിരുന്നല്ലോ, അതിലൊന്ന് വിളിച്ചാൽ നമ്മൾ പറഞ്ഞു. അല്ല, നമ്മൾ ഇതുവഴി തിരിച്ചു പോണ വഴിയാണ്. അപ്പം കയറി കിട്ടുവാണേൽ ഒന്ന് മാറാമെന്ന് വിചാരിച്ചു. ആ ഓക്കെ. നിങ്ങൾ ക്ലോസ് ചെയ്യാറായില്ലേ? KTM ഷോറൂമായി ഇങ്ങനെ ഇരിക്കണം. ഇത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ വർക്കിംഗ് ടൈം കഴിഞ്ഞ്. അവർക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് നാളെ എന്ന് പറഞ്ഞിട്ട് പോവാം. എടേ ബാക്കിലത്തെ അവൈലബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വേണമെങ്കിൽ വാങ്ങിച്ചു പോയി. അല്ലെങ്കിൽ ഒത്ത് വാങ്ങിച്ചാലും മതി. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ബൂട്ടായതുകൊണ്ട് അതിട്ട് തട്ടിയാണ് ഗിയർ ഇട്ട് വന്നത്. എൻ്റെ RCയുടെ റെഗുലേറ്റർ കംപ്ലൈൻറ്റ്. ഞാൻ RCയിലും പുള്ളി ഇതിലാണ് വരെ ഇറങ്ങിയത്. എൻ്റേത് ബാറ്ററി പുതിയത് വാങ്ങിച്ച് വെച്ചിട്ടും ട്രെയിനായി പോകുന്നു. സ്റ്റാർട്ടർ കോയിലിൽ നിന്ന് കറണ്ട് വരുന്നുണ്ട്, ചെക്ക് ചെയ്തു. വീട്ടിൽ ഞാൻ അതിലാണ് വന്നത്.
പ്രശ്നമായിരുന്നല്ലേ. ഇതിന്റെ ബാക്കി സാധനം എല്ലാം കാര്യമുണ്ടല്ലോ. ഡ്രസ് വല്ലതും ആണെങ്കിൽ പിന്നെ നമുക്ക് അതിന് സെറ്റ് ചെയ്ത് ഇത് ഫുള്ള് എല്ലാം ഒറ്റ ഒന്നും ഒരു തരി പോലും വെക്കാതെ പോയി. ശരി ബ്രോ, ഓക്കെ. ആ ഞാൻ നമ്മളെ ലഗേജ് എല്ലാ ഇതിലാണ്. ഷോറൂം പൊളി കേട്ടാ. പത്തനംതിട്ടയുള്ളവർക്ക് നല്ല കാര്യം. അയ്യോ ഫോണും വണ്ടി ഓണായിരുന്നു. KTM പത്തനംതിട്ട പൊളി കേട്ടോ. ഇതാ എല്ലാവരും ഇത് ശരിക്കും പറഞ്ഞാൽ റോൾ മോഡലാക്കണം. കാരണം അവർ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു അവരുടെ, എന്നിട്ട് അവരിതാ എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അവർ ഡീൽ ചെയ്തോളും. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ അടുത്തുള്ള പെരുമാറ്റം നൈസ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ ആറ്റിങ്ങിലും കൊള്ളാം, കുഴപ്പമില്ല. ഇപ്പം നമുക്ക് ഭാഗ്യമില്ല, എന്നാലും കുഴപ്പമില്ല. അത് ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂസ്ഡായി. നമ്മൾ ഏതൊരു കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് യൂസ്ഡ് ആവും.